ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ പ്രവാചകനായ യോനായുടെ പേരിൽ ഒരു പുസ്തകമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ അധ്യായം 1:9 ഇപ്രകാരം പറയുന്നുണ്ട്: കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെ ആണ് ഞാൻ ആരാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം, കടല് സൃഷ്ടിച്ച, കരയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെയാണ് മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത്. ശ്രദ്ധിക്കുക, മറിയം കടല് സൃഷ്ടിച്ചിട്ടില്ല, ഒരു വിശുദ്ധരും ഒരു കരയും സൃഷ്ടിച്ചിട്ടില്ല. കടല് സൃഷ്ടിച്ചത് സ്വർഗസ്ഥനായ ദൈവം മാത്രമാണ്. എങ്കിൽ ഞാൻ ആരാധിക്കേണ്ടത് സ്വർഗസ്ഥനായ ദൈവത്തെ മാത്രമാണ്. ചില ആളുകൾ പണത്തെ ആരാധിക്കാറുണ്ട്. പണം കടലിനെയോ കരയെയോ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പണത്തെയും ആരാധിക്കുന്നത് പാപമാണ്. ചില ആളുകൾ പ്രകൃതിയെ, സൂര്യനെ ആരാധിക്കുന്നത് കേട്ടിട്ടുണ്ട്. സൂര്യൻ അത് സൃഷ്ടി മാത്രമാണ്. സൂര്യൻ ഒരിക്കലും കടൽ സൃഷ്ടിച്ചിട്ടില്ല. സർപ്പം ഒരിക്കലും കരയെയും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷിമൃഗാദികളെ ആരാധിക്കുന്ന ദുസ്വഭാവത്തിൽ നിന്ന് ആളുകൾ പിന്തിരിയട്ടെ. പ്രകൃതിയെ ആരാധിക്കുന്നതിൽ നിന്നും ആളുകൾ പിന്തിരിയട്ടെ. മനുഷ്യരെയോ പണത്തെയോ ആരാധിക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്തിരിയട്ടെ. ഞാനും നിങ്ങളും ആരാധിക്കേണ്ടത് സകലതും സൃഷ്ടിച്ച സൃഷ്ടാവായ സ്വർഗത്തിലെ ദൈവത്തെ മാത്രം. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.